എൻ്റെ ദൈവമേ, ഓ ഷിറ്റ്, ഇത് മൂവായ സാധനം. ഓ കൈയല്ല കണ്ടത്, കൈയല്ല പത്മ. എൻ്റെ ദൈവമേ, ഗൈസ്, കുറച്ച് നേരമായിട്ട് ഈ ഒരു സ്ഥലത്ത് ഞാനിപ്പോൾ റൂമിലാണ് സ്റ്റേ ചെയ്തേക്കുന്നത്. എൻ്റെ ദൈവമേ ഗൈസ്, വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തേക്കുന്നത്. ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഈ റൂം വന്നിട്ട് അവരാണെങ്കിൽ ആരും നടക്കുന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവൻ്റെ വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് റെൻറ്റിനെടുത്തിട്ട് ഈ റൂമാണ്. സോ ഇപ്പോൾ അവൻ വർക്കിൻ്റെ കാര്യത്തിന് വേറെ സ്ഥലം വരെ പോയേക്കുക. ഞാനിപ്പോൾ ഈ റൂമിൽ വന്ന് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഷൂട്ട് കഴിഞ്ഞവരന്ന് കിടന്നതാണ്. സോ ഇപ്പോൾ ആൾമോസ്റ്റ് സമയം കറക്റ്റ് 4 മണിയായിട്ടുണ്ട് സമയം ഇപ്പം. സോ സൗണ്ട് വന്നിട്ട് കണ്ടിന്യൂസ് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു മാതിരി ഓ മൈ ഗോഡ്, ആരത്? ഹലോ, ഇപ്പോൾ സൗണ്ട് അടിച്ചിട്ടുണ്ടോ? ഇതേ സൗണ്ട് തന്നെ ഒന്ന് എവിടെയൊക്കെയാണ്? ആരത്? ഹലോ, ഓ മൈ ഗോഡ്, ആരാ അകത്തുള്ളേ? സോറി, ആരാ പുറത്തുള്ളേ? ഗൈസ്, ആരുണ്ട് സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഇത് വന്നിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീടുള്ളത്. ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. സോ അവൻ വന്നിട്ട് അവൻ്റെ വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടി പുറത്ത് പോയി വെക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കുറച്ച് ദിവസത്തെ കഴിഞ്ഞ ഷൂട്ട്. എൻ്റെ ദൈവമേ, ആരത്? ഹലോ, ഗൈസ്, വന്നിട്ട് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല ഷൂട്ടിലാണ്. എനിക്കതുകൊണ്ട് തന്നെ ആ ഷൂട്ടിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോന്ന് അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ തൊട്ട് സൗണ്ട് ഇല്ലായിരുന്നു. ഞാൻ 2 ദിവസമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിന് ഞാൻ പോയിട്ട് വന്നായിരുന്നു. അത് ഭയങ്കര എമോഷണലായിട്ടുള്ള ഭയങ്കര ഒരു സ്കാരി പ്ലസ് എമോഷണലായിട്ടുള്ളൊരു ഷൂട്ടായിരുന്നത്. അതിന് ആരതെ?
ഹലോ കൈയല്ലേ കണ്ടതിപ്പോ കൈയല്ലേ പത്മ എൻ്റെ ദൈവമേ ഓ മൈ ഗോഡ് എന്ത് ചെയ്യണ്ടിപ്പോ ഓ മൈ ഗോഡ് ഷിറ്റ് ഓ ഐസുന്നിട്ട് ആരൊക്കെ സംസാരിക്കുന്ന സൗണ്ട് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ട്. പുറത്തു റോഡിലൂടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അതുകൊണ്ട് വണ്ടിയുടെ സൗണ്ട് ക്ലിയറായിട്ട് കേൾക്കാം. വണ്ടി പുറത്ത് പോകും. കാരണം ആൾമോസ്റ്റ് 4 മണിയായി. പക്ഷേ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് നല്ല ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങി. സോ നമുക്കൊരു ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സമയത്ത് നമ്മൾ ഉണരത്തില്ലേ, അങ്ങനെയാണ് ആ സൗണ്ട് ഫസ്റ്റ് കേൾക്കുന്നത്, ഒരു ഉരയ്ക്കുന്ന സൗണ്ട്. ഇപ്പം നമ്മുടെ കൈ ആ ക്ലാസ് കണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാരണം നമ്മളൊരു ഹാണ്ടഡ് ലൊക്കേഷനോ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ അവൻ്റെ ബിൽഡിംഗ് ഒന്നും അല്ലത്, ഗോസ്റ്റുള്ള കെട്ടിടമൊന്നും അല്ല. സോ നമ്മൾ താമസിക്കുന്ന ഒരു കെട്ടിടമാണ്. ഞാൻ കാരണം അവനെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും എന്നുള്ളത് എനിക്ക് ചിലപ്പോൾ പേടി. ഞാൻ പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് വീട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സോ ഗൈസ്, ഞാൻ എന്തായാലും സൗണ്ട് ഇട്ടില്ല. ആരത്? ഹലോ ആരത്? ഗൈസ്, എനിക്ക് സംഭവം മനസ്സിലാകുന്നില്ല ഒട്ടും എനിക്ക്. കാരണം തൊട്ട് ഫ്രണ്ടിൽ കൂടെ വണ്ടി ഇഷ്ടംപോലെ പോകുന്നുണ്ട്, റോഡിൽ കൂടെ തന്നെ ശരിക്കും വണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എങ്ങനെയാണ് ആക്ടിവിറ്റീസ് നടക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. വണ്ടിയൊന്നും ഇല്ല, ഫുൾ സൈലൻ്റ് ആണെങ്കിൽ പിന്നെയും പറയാം എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുള്ളത്. വണ്ടി നന്നായിട്ട് പോകുന്നുണ്ട്. പുറത്ത് നോക്കി കഴിഞ്ഞാൽ ആരും കാണാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു ക്ലിയർ ആയിട്ട് ഒരു സംഭവം കൈ കണ്ടിങ്ങനെ, അതൊന്നും കൈപ്പത്തിയാണോ വേറെന്തെങ്കിലും അറിയില്ല. വീഡിയോ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കണം. ഇപ്പോൾ കുറച്ച് നേരമായി ഞാൻ വീഡിയോ ഓഫാക്കി ഷൂട്ട് ചെയ്യുക. കാരണം എനിക്ക് വീഡിയോ പ്രോപ്പർ എടുക്കാൻ പറ്റില്ല. കാരണം ഇത് വന്നിട്ട് ഒരു അവൻ്റെ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ നമ്മൾ പോകും, നമ്മളതിൽ പ്രിപ്പയർ ആയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ തന്നെ സംഭവിക്കുമ്പോൾ നമുക്കത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ ക്യാമറ ഓഫ് ചെയ്തു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. കുറേ നേരമായിട്ട് ഇത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ആയി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് നേരമായിട്ട് ഞാൻ നിൽക്കുന്ന തുടങ്ങി, ഞാൻ വേർത്തൊലിച്ച് നിൽക്കുന്നത്. ഫാൻ ഇട്ടിട്ടില്ല ഇവിടെ. ഞാൻ വന്നിട്ട് ക്യാമറ ഓഫാക്കി നിന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ഷൂട്ടിന് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, ഈ ഫോളോ ചെയ്ത് വന്ന് കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ താമസിക്കുന്ന വീട്ടിലോട്ട് വരുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇത് എൻ്റെ വീടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമാണ്, അവൻ റെൻറ്റിന് എടുത്തേക്കുന്ന റൂമാണ്. എൻ്റെ ദൈവമേ, അതിപ്പോൾ മൂവായി സാധനം. ഓ, വണ്ടി പോകണ്ട. റോഡിൽ കൂടെ വണ്ടി ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. വണ്ടിയുടെ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ഫുൾ സൈലൻ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ പറയാം ഫുൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതെന്നുള്ളത്. ഇത്രയും സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ തന്നെ ആക്ടിവിറ്റി നടക്കാൻ എനിക്ക് ഇനിയും പേടി വരുന്നത്. കാരണം ഇതപ്പം സൈലൻ്റ് ആയിട്ടുള്ളിടത്ത് മാത്രം വരുന്ന ഒരു എനർജി സ്പിരിറ്റ് ആയിരിക്കത്തില്ല ഇത്. സൗണ്ട് ഇട്ടോ, വണ്ടി പോകുന്നല്ലേ. തൊട്ട് ഫ്രണ്ട് റോഡാണ്, മെയിൻ റോഡാണ് തൊട്ട് ഫ്രണ്ടിൽ. ഞാൻ കാര്യം ചെയ്യാം എന്തായാലും
നമ്മുടെ നൈറ്റ് വിഷൻ ക്യാമറ ഉണ്ട്. സോ അതെടുത്തിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് അത് ഫുൾ റെക്കോർഡ് ഓണാക്കി കിടക്കട്ടെ. എന്നിട്ട് ഇവിടെ കിടക്കണം, വേറെ വഴിയില്ല. അങ്ങനെ കിടന്നിട്ട് നമുക്ക് അങ്ങനെ കിടന്ന് നമുക്ക് നൈറ്റ് വിഷൻ ക്യാമറ വെച്ചിട്ട് നമുക്ക് ഫുള്ള് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്കറിയില്ല രാവിലെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത്. ഇത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നൈറ്റ് വിഷൻ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ. ഗൈസ്, ഇപ്പോൾ വന്നിട്ട് നൈറ്റ് വിഷൻ ക്യാമറ സെറ്റ് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ വന്നിട്ട്. ഇപ്പം വീഡിയോ റെക്കോർഡ് ഓണാക്കിയിട്ടുണ്ട്. ഫുൾ ഇരുട്ടാണ്. ഞാൻ ഇപ്പോൾ ഫാൻ പോലും ഓഫാക്കി വെച്ചിട്ടാണ് കിടക്കാൻ പോകുന്നത്. ഭയങ്കര ചൂടാണ്. എന്നിട്ട് എനിക്ക് അറിയത്തില്ല ചൂടിൻ്റെയാണോ ഈ ഭയത്തിൻ്റെ ആണോ കേൾക്കുന്നുള്ളത്. അതുപോലെ റൂമിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഇതുപോലെ സംഭവിക്കും എന്നുള്ളത് എനിക്ക് നല്ലൊരു സംശയമുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ചോദിച്ചാൽ എനിക്ക് അറിയിച്ചത് എങ്ങനെയാണെന്നുള്ളത്. കാരണം ഇത് മുന്നേ നമ്മൾ ഫോളോ ചെയ്ത വീട്ടിലൊന്നും നമുക്ക് ഗോസ്റ്റ് വന്നിട്ടില്ല. മനുഷ്യൻ എന്തോ പറയുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല, എനിക്ക് ക്ലിയർ ആവുന്നില്ല. കാരണം ഇത് ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ ഒരു പ്രിപ്പയർഡ് ആയിട്ടില്ല. ഒരു പോസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് എന്ത് സംഭവം എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഓക്കെ, കിടക്കാൻ പോകണം. ഓക്കെ, കിടക്കുമ്പോൾ എന്തിനാ തൊട്ട് വെച്ചാൽ അത് ചോദിക്കരുത്. വീഡിയോ റെക്കോർഡിംഗ് ആണെന്ന് ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധനം നടക്കുന്ന പോലെ കേൾക്കുന്നുണ്ട് സൗണ്ട്. പുറത്തൂടെ ആരും നടക്കുന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരത്? ഹലോ, സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. എന്തോ തുറന്നടയ്ക്കുന്ന പോലെ സൗണ്ട് കേട്ടിപ്പോൾ എനിക്ക്.
പോലും പറ്റുന്നില്ല. സൗണ്ട് കേട്ടോണ്ടേ ഇരിക്കുക റൂമിനകത്തുനിന്ന്. എവിടെ നിന്നാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല.
ഗൈസാണെങ്കിൽ ഇപ്പോൾ സമയം ആൾമോസ്റ്റ് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. 5 മണി ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ നടക്കുന്ന കാര്യത്തിൽ ഒട്ടും പിടുത്തം കിട്ടുന്നില്ല. ഉറക്കത്തിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നത്. എണ്ണിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്നെ ആരാണ് പിടിച്ച് വഹിക്കുമ്പോൾ എനിക്ക് ഫീൽ ആയി. എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് പായൊക്കെ ഒരുമാതിരി വല്ലാണ്ട് ഷേപ്പിൽ കിടക്കുന്നു, കുപ്പിയൊക്കെ എൻ്റെ അടുത്ത് കിടക്കുന്നു, വേറെ എന്തൊക്കെയോ മാറിയൊരു ഫീൽ, എന്തൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും 5 മണി കഴിഞ്ഞ് ഇനി 1 മണിക്കൂർ കൂടി 6 മണിയാകാനായിട്ട് 6:30 ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പാക്ക് ചെയ്ത് പോകാനാണ് പ്ലാൻ. എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് അവനെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അവരെ വിളിച്ച് ഇൻഫോം ചെയ്യുക. എന്തായാലും ഇടയ്ക്ക് ഞാൻ ഈ ഫാൻ കിട്ടായിരുന്നു. അപ്പം അതിൻ്റെ കൊണ്ട് ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും മൂവ്മെൻറ്റ് തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഫാനിൻ്റെ സ്പീഡോടായിരിക്കാം. ഇടയ്ക്ക് ഫാൻ കിട്ടായിരുന്നായിട്ട്. ഓക്കെ, ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ നിരന്തരമായി ആ റൂമിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോ മുഴുവനായിട്ട് തന്നെ ഉള്ളത്. എന്നാൽ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ എൻ്റെ ദേഹത്തൊരു പേപ്പർ കഷ്ണം തെറിച്ച് വീഴുന്നുണ്ട്. ഈ പേപ്പർ കഷ്ണം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് രാവിലെ എല്ലാം കൂടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ആ പേപ്പർ തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറേ കുത്തി വരച്ചേക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്നും റിട്ടേൺ കേരളത്തിൽ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആ പേപ്പർ ഡീകോഡ് ചെയ്തപ്പോഴാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം ഞാൻ കണ്ടത്. Chill creeps slow like ivy